സെക്രട്ടേറിയറ്റ് ജലവിഭവ വകുപ്പ് വിഭാഗത്തിൽ പാമ്പ് കയറി. ഇടനാഴിയിൽ ജീവനക്കാരാണ് ഈ പാമ്പിനെ കണ്ടത്. പിടികൂടാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല എന്നുകൂടെ അറിയുന്നു. ഷഫീദ് റാവുത്തർ നൽകും തിരുവനന്തപുരത്ത് നിന്ന് അതിന്റെ കൂടുതൽ വിവരങ്ങൾ. ഷഫീദ്, എപ്പോഴാണ് ഈ പാമ്പിനെ അവിടെ കണ്ടത്? ഇപ്പോഴും പാമ്പിനെ കണ്ടെത്താനോ അതിനെ പിടിക്കാനുള്ള ശ്രമം നടക്കുകയാണ് അവിടെ? പ്രജനി, സെക്രട്ടേറിയറ്റിലെ പഴയ കെട്ടിടത്തിലാണ് ഈ ജലവിഭവ വകുപ്പ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ജലവിഭവ വകുപ്പിന്റെ ഓഫീസുകൾ ഉള്ളത്. അവിടെയാണ് ഇന്ന് അല്പസമയം മുൻപ് ഒരു പാമ്പിനെ കണ്ടെത്തിയത്. ജീവനക്കാരാണ് ഈ പാമ്പിനെ കണ്ടതും. ഇടനാഴിയിൽ ഈ പടിയുടെ ഭാഗത്ത് ഏതാണ്ട് താഴേക്ക് ഇറങ്ങിയ തരത്തിലേക്കായിരുന്നു പാമ്പുണ്ടായിരുന്നത്. ഉടനെ തന്നെ ജീവനക്കാർ ബഹളം വെച്ച് ഈ പരിസരത്ത് നിന്ന് മാറി. പിന്നീട് മറ്റ് ജീവനക്കാരെത്തി അവിടെ പരിശോധന നടത്തി, പാമ്പിനെ പിടികൂടാൻ ശ്രമം നടത്തി. പക്ഷേ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സെക്രട്ടേറിയറ്റ് ജീവനക്കാരിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. ഇപ്പോഴും ഈ സെക്രട്ടേറിയറ്റ് ഇത് കണ്ട ജലവിഭവ വകുപ്പിന്റെ മറ്റു ഓഫീസുകളിലും ഇടനാഴിയുടെ മറ്റു ഭാഗങ്ങളിലും ജീവനക്കാർ പരിശോധന നടത്തി വരികയാണ്. ഈ പാമ്പ് റെസ്ക്യൂ, സ്നേക്ക് റെസ്ക്യൂ ടീമിനെയും ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. ഉടനെ അവരും ആ സംഭവ സ്ഥലത്തേക്ക് എത്തി പാമ്പിനായി പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിരവധി ഉദ്യോഗസ്ഥർ അവർ നടന്നു പോകുന്ന വഴിയാണ്. മാത്രവുമല്ല, മറ്റാവശ്യങ്ങൾക്ക് പുറത്തിരുന്ന പൊതുജനങ്ങളും നടന്നു പോകുന്ന വഴിയാണ്. ഏത് ഭാഗത്തു കൂടിയാണ് പാമ്പ് കയറിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ കണ്ടെത്തും എന്നുള്ളതും സെക്രട്ടേറിയറ്റുമായി ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നുണ്ട്. പ്രജിത്, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്.